Once again, welcome to my video blog, AjayTechTips. I am Ajay. എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് രണ്ട് അടിപൊളി ടെക് ന്യൂസ് ആയിട്ടാണ് വന്നത്. ഒന്നൊരു അടിപൊളി ടെക് ന്യൂസ് ആണ്, ഒന്നൊരു ഫേക്ക് ന്യൂസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ അതെന്താ ഏതാന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ആദ്യം നല്ല വാർത്ത വേണോ ചീത്ത വാർത്ത വേണോ? അപ്പം നമുക്ക് ആദ്യം നല്ല വാർത്തയിലേക്ക് പോകാം. അതായത് ട്രൂ കോളർ നിങ്ങൾക്ക് അറിയാം, ഇനി ട്രൂ കോളറിന്റെ ആവശ്യമില്ല. ട്രൂ കോളറിന്റെ ഐക്കോൺ ഉണ്ട്. ഈ ട്രൂ കോളറിന്റെ ഒക്കെ ആവശ്യം എന്താണ്? നമുക്ക് വരുന്ന കോള് ആരാണ് വിളിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കുറെ നമ്പേഴ്സ് സേവ് ചെയ്യും. അപ്പൊ അതായത് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പേഴ്സ് ആരുടെയാണെന്ന് അറിയാനാണ് ട്രൂ കോളർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ട്രൂ കോളറിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുറെ പേര് ഒരു പേര് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് തന്നെ ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാം. അത് വരാതിരിക്കാൻ വേണ്ടി ഇനി ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റ്, നമ്മൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ടെലിഫോൺ ആഭ്യന്തര മന്ത്രാലയമായ ട്രായ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവാണ്. ഇനി നമുക്ക് വരുന്ന എല്ലാ കോൾസിലും നമ്മുടെ പ്രൂഫ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ കണക്ഷൻസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുള്ള കണക്ഷനിൽ പ്രൂഫ് ആരുടെ പേരിലാണോ അവരുടെ പേരാണ് ആ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരാം. അപ്പൊ അത് ഒരു ഗുണമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരെങ്കിലും വിളിക്കാൻ വെച്ചാൽ അവരെ ഒറിജിനൽ പേര് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഫേക്ക് സിം ഒക്കെ അവിടെ നിൽക്കും. ഇതിൽ വേറൊരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കോർപ്പറേറ്റ് കണക്ഷൻസ് എടുക്കും. ഇതിന്റെ ഇഷ്യൂ, ഇതിന്റെ ഒരു ദോഷഫലം പറയാൻ വെച്ചാൽ, അത് ആ കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ കമ്പനീന്റെ ഓണറിന്റെ പേരിലോ ഒക്കെ ആയിരിക്കും എടുക്കുക. അപ്പൊ എല്ലാവർക്കും അത് വരും. അത് മാർക്കറ്റിംഗ് കോളായിട്ട് സ്പാം കോളിലേക്ക് ലീഡ് ചെയ്യാനും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്പറിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെ കോൾസ് വരുമ്പോൾ അത് സ്പാമിങ്ങിലേക്ക് പോകും. ഇപ്പൊ നമുക്ക് തന്നെ ഒഫീഷ്യൽ നമ്പേഴ്സ് ഉണ്ടാവും. ആ ഒഫീഷ്യൽ നമ്പർ അപ്പൊ കാണിക്കുമ്പോൾ ചിലപ്പം കമ്പനിയുടെ പേരിലായിരിക്കും കാണിക്കുക. അപ്പൊ കമ്പനീന്റെ പേരിൽ നിന്ന് കൂടുതലായിട്ട് കോൾ പോകുമ്പോൾ അത് സ്പാമിങ്ങിലേക്ക് എത്തില്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അതിന് പുറമെ ഇതിന്റെ ഉള്ള ഗുണം എന്താ വെച്ചാൽ, ചില നമ്പർ ട്രൂ കോളറിൽ കാണില്ല. ചിലവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ കോളറിന് റിമൂവ് ചെയ്യും. അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൂഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൂഫിന്റെ ബേസിൽ വരുന്ന പേര്, ഇപ്പൊ എന്റെ ആണെങ്കിൽ എന്റെ അജയ് ഇ എന്ന പേരായിരിക്കും ട്രൂ കോളറിൽ കാണിക്കും. ഇല്ലെങ്കിൽ എന്റെ സാധാരണ കാണിക്കുക അജയ് സാർ എന്നൊക്കെയാണ് കാണിക്കുക. ഞാൻ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടൊക്കെ. പിന്നെ അജയ് ടെക് ടിപ്സ് കാണിക്കുക. അങ്ങനെ ഒരു ചിലവരെ ഒക്കെ ഹോം എന്നും ചിലവർ അമ്മ എന്നും പിന്നെ ചിലവർ പാര, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആ ഒരു ടൈറ്റിലൊക്കെ ആയിരിക്കും കാണിക്കുക. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി വരില്ല. നമ്മുടെ പ്രൂഫിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യമാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് കാര്യം. ഈ സെക്കൻഡ് തിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഖാദി ബോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖാദി ബോർഡിന്റെ പേരിൽ കുറെ തൊഴിൽ തട്ടിപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം. അതായത് നമ്മുടെ ഖാദി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരുന്ന ഓൺലൈൻ ജോബ് ഒന്നും ജെനുവിൻ അല്ല, അത് പക്കാ ഫേക്കാണ്. അങ്ങനത്തെ ഒരു ടീമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഖാദി ബോർഡിന്റെ ജോലി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ ജോബ് ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഏറ്റെടുക്കാത്തതിനുള്ള കാരണം ഇതാണ്. എന്താണ്? അത് ഫേക്ക് ആണെന്ന് അന്നേ എനിക്ക് തോന്നി. ഇപ്പൊ ഞാൻ വെറുതെ പറയല്ല, ഞാൻ വെറുതെ ആ ലേഡീന്റെ പേര് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇടുന്നില്ല. കാരണം ഖാദി ബോർഡിന്റെ ലൈസൻസ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്താൽ കമ്മീഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ കൊടുത്ത പരസ്യം ഖാദി ബോർഡിന്റെ തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അതിപ്പോ നമ്മുടെ ഈ ഒരു മിനിസ്റ്റർ അതിന്റെ ഒരു ഇട്ടതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്ന തൊഴിൽ തട്ടിപ്പുകളിൽ ആരും ചെന്നപ്പെടാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ ഈ രണ്ട് ടെക് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.